ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളുടെ കുഞ്ഞാപ്പ ഗൾഫിൽ നിന്ന് വരുന്നു. അതിനായി നാണിയുടെ കാറിൽ ഞാനും ഉപ്പയും പിന്നെ എന്റെ കൊച്ചനുജന്മാരും അനിയത്തിമാരും കൂടി കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. നല്ലൊരു യാത്രക്കായി ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. കാത്തിരിപ്പ് അല്പം നീണ്ടു, പക്ഷെ യാത്ര തുടർന്നു. കുഞ്ഞാപ്പയുടെ വിമാനം 3 മണിക്കൂർ വൈകിയാണ് എത്തുക എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങാൻ അല്പം വൈകി. എന്നാലും സന്തോഷത്തിന് ഒരു കുറവുമില്ല. പ്രധാന ഹൈവേയിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വാദ്യകരമായിരുന്നു. പാട്ടും കേട്ട് കാഴ്ചകൾ കണ്ട് ചിരിച്ചും സംസാരിച്ചുമിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചു. റോഡിന്റെ ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും തെളിഞ്ഞ ആകാശവും. ശരിക്കും ഒരു വിദേശയാത്രയ്ക്ക് പോകുന്ന ഫീൽ. പക്ഷേ പോകുന്നത് കുഞ്ഞാപ്പയെ കൂട്ടിക്കൊണ്ടുവരാനാണ്. ഒടുവിൽ ഞങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പ്രധാന കവാടത്തിന് അടുത്തെത്തി. ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞങ്ങളുടെ സന്തോഷം കെടുത്തിയില്ല. വാഹനം വിമാനത്താവളത്തിന്റെ കവാടം പിന്നിട്ട ഉടൻ തന്നെ പാർക്കിങ്ങിനുള്ള ടിക്കറ്റ് കിട്ടി. ഒരു പോലീസുകാരൻ കവാടം കഴിഞ്ഞു വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കാനെന്ന മട്ടിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം വളരെ ചിട്ടയോടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചേർന്നു. സ്നേഹോഷ്മളമായ കാഴ്ചകൾ. വിമാനത്താവളത്തിനുള്ളിൽ ഒരുപാട് ആളുകൾ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന യാത്രക്കാരും അവരെ യാത്രയാക്കാൻ വന്ന കുടുംബാംഗങ്ങളും ആദ്യ ടെർമിനലിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ മുഖങ്ങളിൽ പ്രതീക്ഷയും വിടവാങ്ങലിന്റെ നേർത്ത വിഷാദവുമെല്ലാം കാണാമായിരുന്നു. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വദേശത്തേക്കെത്തിയ സന്തോഷത്തിൽ ഒരുപാട് പ്രവാസികൾ തങ്ങളുടെ സ്വന്തക്കാരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആലിംഗനങ്ങൾ കൊണ്ടും ഹസ്തദാനം കൊണ്ടും സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരുകൊണ്ടും സജീവമായിരുന്നു അവിടം. പ്രവാസലോകം നൽകിയ കഷ്ടപ്പാടുകളും അതിജീവനവുമെല്ലാം ആ നിമിഷങ്ങളിൽ സന്തോഷത്തിന്റെ കണ്ണീരായി മാറിയിട്ടുണ്ടാകണം. ഈ കാഴ്ചകൾ കാണുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഒരുപാട് സന്തോഷം. അതും കഴിഞ്ഞ് ഞങ്ങൾ അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ കാർ ഒതുക്കി നിർത്തി. കാത്തിരുന്ന നിമിഷം. കുഞ്ഞാപ്പ എത്തി. കുട്ടികളെല്ലാവരും സന്തോഷത്തിലായി. അവരുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ ഞങ്ങളുടെയും സന്തോഷം ഇരട്ടിയായി. അധികം കാത്തു നിൽക്കാതെ തന്നെ ഞങ്ങൾ വിമാനത്താവളത്തിന്റെ പുറത്തേക്കുള്ള കവാടത്തിനരികിലെത്തി. നേരത്തെ അവർ നൽകിയ പാർക്കിംഗ് ടിക്കറ്റ് തിരികെ നൽകി. ഭാഗ്യവശാൽ 15 മിനിറ്റിനുള്ളിൽ പുറത്തു കടന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ചാർജും നൽകേണ്ടി വന്നില്ല. ഇത് ശരിക്കും ഒരു ചെറിയ ബോണസ് പോലെയായിരുന്നു. കുഞ്ഞാപ്പയെയും കൂട്ടി ഞങ്ങളുടെ കാർ വീണ്ടും പ്രധാന ഹൈവേ ലക്ഷ്യമാക്കി നീങ്ങി. തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിരുന്നു. ജംഗ്ഷനിലുള്ള അജ്വാൻ ഗ്രൂപ്പിന്റെ മിഠായികളും ചോക്ലേറ്റുകളുമുള്ള വിശാലമായ ഷോപ്പിലേക്ക് ഞങ്ങൾ എല്ലാവരും ഇരച്ചു കയറി. സോഫ്റ്റ് ഡ്രിങ്ക്സുകളും പലതരത്തിലും നിറത്തിലുമുള്ള ഈത്തപ്പഴങ്ങളും ചോക്ലേറ്റുകളും മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നു. വിവിധ വർണ്ണങ്ങളിലും ഷേപ്പുകളിലുമുള്ള മിഠായികൾ ചില്ലു ഗ്ലാസുകളിൽ നിറച്ചു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കുട്ടികളെല്ലാവരും ഓരോ ജ്യൂസുകൾ തിരഞ്ഞെടുത്തു. ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട മിഠായികളും ചോക്ലേറ്റുകളും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ കുഞ്ഞാപ്പയുടെ വരവ് ഞങ്ങളുടെ ഒരു ദിവസം മുഴുവൻ സന്തോഷവും മധുരവും നിറച്ച ഒരു അനുഭവമാക്കി മാറ്റി.